എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. 2026 ഏപ്രിൽ 14 രാവിലെ 9:32 മേടരവി സംക്രമം നടക്കുന്നത്. 2026 മേടം മുതൽ 2027 മേടം വരെയുള്ള ഒരു വർഷത്തെ ഭരണി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളുടെ തൊഴിൽ എങ്ങനെയായിരിക്കും, സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും, ആരോഗ്യസ്ഥിതി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഈ വർഷം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റിയൊക്കെ പരിശോധിക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. വ്യക്തിഗതമായ ജാതകവും ഗ്രഹനിലയും ഒക്കെ അനുസരിച്ച് ഫലത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരാം. ആദ്യം ഭരണി നക്ഷത്രക്കാരുടെ തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. തൊഴിൽപരമായിട്ടൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ സമയത്തെ കുറവുകളൊക്കെ വരുന്നതാണ്. ഈ വർഷം രണ്ടാം പകുതിയോടെ തൊഴിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതുമാണ്. വളരെ കാലമായിട്ടൊക്കെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് ഒന്നും നടക്കാതെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ ഈ വിദേശത്തൊക്കെ പോകാൻ ആവശ്യമായ ഡോക്യുമെൻറ്റുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരവും ഈ സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ഒക്കെ ഒരു പിന്തുണയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അർഹമായ ഒരു ഫലം തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് എങ്ങനെ ഉണ്ടാകും ഈ വിഷു വർഷം എന്നതിനെപ്പറ്റി നോക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് അനുയോജ്യമായ ഒരു സമയം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ വലിയ നിക്ഷേപങ്ങളൊക്കെ ബിസിനസ്സിലൊക്കെ നടത്തുമ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്, അല്ലെങ്കിൽ പാളിച്ചകൾ ഉണ്ടാകാം. സ്വന്തമായിട്ടൊക്കെ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അവർക്ക് സർക്കാർ തലത്തിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വളരെയധികം തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ പുതിയ പാർട്ട്ണർഷിപ്പൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ആരോടെങ്കിലുമൊക്കെ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് കൃത്യമായ നിയമോപദേശങ്ങളൊക്കെ തേടുന്നത് വളരെയധികം നന്നായിരിക്കും. ഇനി ഈ വിഷു വർഷം നിങ്ങളുടെ ധനസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ഗുണം ലഭിക്കുന്നൊരു വർഷമാണ് വരാൻ പോകുന്നത്. പഴയ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനും സാധിക്കുന്നതാണ്. ഭൂമി, വീട് എന്നിവയൊക്കെ വാങ്ങാനോ അതുപോലെ വീടിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങാൻ ആലോചിക്കുന്നവരാണെങ്കിൽ ആ വീടിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട്. അനാവശ്യമായ ചിലവുകൾ നിങ്ങൾക്ക് ഈ സമയത്തുണ്ടായേക്കാം. അനാവശ്യമായ ചിലവുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധ ആവശ്യമായ സമയമാണ്. അതുപോലെ കുടുംബത്ത് എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്കായിട്ടൊക്കെ പണം ചിലവഴിക്കേണ്ടിയും വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വർഷം ഒരു മേടം, ഇടവം മാസങ്ങളിൽ, അതായത് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ അതിനൊക്കെ തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണ്. ഇനി നിങ്ങൾക്ക് ലോണൊക്കെ അനുവദിച്ച് കിട്ടാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും തിരിച്ചടവൊക്കെ കൃത്യമായി കണക്ക് കൂട്ടിയ ശേഷമൊക്കെ ആയിരിക്കണം ലോൺ എടുക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികളുടെ പഠന നിലവാരമൊക്കെ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. ഈ വർഷം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ മികച്ച പുരോഗതിയൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നതിന് കൂടുതൽ പരിശ്രമമൊക്കെ നടത്തേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഉപരിപഠനത്തിനായിട്ട് വിദേശത്തൊക്കെ
പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ്. കായിക രംഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തേടിയെത്തുന്നതാണ്. IT, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഗവേഷണ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പേനയോ ഒക്കെ ഉപയോഗിക്കുന്നത് ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. പേനയുടെ കളറാണ് ഞാൻ പച്ച എന്ന് പറഞ്ഞത്. മഷി ഏതുമാകാം, നിലയോ കറുപ്പോ. ഈ ദാമ്പത്യവും കുടുംബജീവിതവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും അവ പെട്ടെന്നൊക്കെ പരിഹരിക്കപ്പെടുന്നതുമാണ്. അവിവാഹിതരായിട്ടൊക്കെ ഇരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് അനുകൂലമായ വിവാഹ ആലോചനകളൊക്കെ വരുന്നതും വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനം ആകുന്നതുമാണ്. സന്താനഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് ഒക്കെ പരിഹരിക്കപ്പെടുന്നതും ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ പുലർത്താൻ സാധിക്കുന്നതുമാണ്. ഇനി നിങ്ങളുടെ ആരോഗ്യം ഈ വിഷു സമയത്ത്, ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൊതുവെ ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും, എങ്കിലും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അതുപോലെ രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവർ കൃത്യമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ്. അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരെ, അതുപോലെ കൂടുതൽ യാത്രയൊക്കെ ചെയ്യുന്നവരൊക്കെ യാത്രയിലൊക്കെ ശ്രദ്ധയൊക്കെ പുലർത്തുന്നത് നന്നായിരിക്കും. മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാകാതിരിക്കാൻ യോഗയോ ധ്യാനമോ ഒക്കെ ശീലിക്കുന്നതും നന്നായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമധർമ്മൻ ആണെങ്കിലും ഭദ്രകാളി ഭജനം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുകയും ചെയ്യുന്നത് എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തൃക്കാർത്തിക ദിവസം പ്രത്യേക പൂജകളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യദായകമാണ്. അതുപോലെ സാധുക്കൾക്ക് കഴിയുന്ന പോലെ അന്നദാനം നടത്തുകയോ അതുപോലെ അവർക്ക് എന്തെങ്കിലും വസ്ത്രമൊക്കെ ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നക്ഷത്രഫലങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.